തോൽവികൾ എപ്പോഴും ഭയങ്കര പെയിൻഫുൾ ആണല്ലേ. അതിനേക്കാൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചു, ഇങ്ങനെ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അത് ഭയങ്കര പെയിൻഫുൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ, ഒന്നും പഠിക്കാതെ നമ്മൾ ആ എക്സാമിന് തോറ്റുപോയി. നമ്മളൊന്നും പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ എക്സാമിന് തോറ്റതെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നത് അതാണ് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കുക. അത് ഒരുപാട് നാള് നമ്മളെ വേട്ടയാടും, അത് ഒരുപാട് നമ്മളെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മുടെ അടുത്തൊരു അക്കാദമിക് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള റിഗ്രറ്റ് ഇനി ഉണ്ടാവരുത് എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പൊ കഴിഞ്ഞ എക്സാമുകളിൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്റെ കുട്ടികൾ ഇപ്പൊ തന്നെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. നമ്മൾ എന്തായാലും ആ ഒരു റിഗ്രറ്റ് ഫേസിലൂടെ പോയിട്ടുണ്ടാവും. ചില ചാപ്റ്റേഴ്സ് നമ്മൾ എന്താണ് പഠിക്കാതെ വിട്ടത് കൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില മാർക്കുകൾ ഉണ്ട് അല്ലെ. ആ മാർക്കുകളെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം അത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള കാരണം ഞാൻ അത് ചെയ്യാത്തത് കൊണ്ട്, ഞാൻ അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് മാത്രം വന്നിട്ടുള്ള ആ ഒരു റിഗ്രറ്റ് ആണ് അതല്ലേ. അതുകൊണ്ട് മാത്രം എനിക്ക് വന്നിട്ടുള്ള തോൽവിയാണ്. ഇപ്പൊ ചില ഡിസിഷൻസ് നമ്മൾ ആ റൈറ്റ് ടൈമിൽ എടുത്തില്ലെങ്കിലും ഇതേ സെയിം ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ഞാൻ എടുത്ത ആ ഒരു തീരുമാനം കൊണ്ട് മാത്രം എനിക്ക് വന്നിട്ടുള്ള ചില തോൽവികൾ, അതുകൊണ്ട് മാത്രം അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, അപ്പൊ അതിൽ മാത്രം ഉണ്ടാകുന്ന ഒരു റിഗ്രറ്റ് ഉണ്ട്. ഞാൻ അത് ചെയ്തു പോയല്ലോ, ഞാൻ ആ തീരുമാനം എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന ആ ഒരു റിഗ്രറ്റ്, ആ റിഗ്രറ്റ് ആണ് മോർ പെയിൻഫുൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മുടെ നെക്സ്റ്റ് അക്കാദമിക് ഇയർ എന്റെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബാച്ചിലെ ഏറ്റവും ആദ്യം തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്? ഈ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓണം എക്സാം കഴിയുമ്പോൾ, ഒരു ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ കുറച്ചുകൂടി നേരത്തെ പഠിച്ചു തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് എന്റെ കുട്ടികൾക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ആ ഒരു റിഗ്രറ്റ് അവസാന സമയത്ത് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വളരെയധികം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു അവസ്ഥ എന്റെ കുട്ടികൾക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ഇപ്പോ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് എന്റെ കുട്ടികൾ നല്ലതുപോലെ ആലോചിക്കുക, എന്താണ് എനിക്ക് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ സംഭവിച്ചത്, എന്തൊക്കെയാണ് ഞാൻ തെറ്റായിട്ട് എടുത്ത തീരുമാനങ്ങൾ, അതെല്ലാം ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അടുത്തൊരു അക്കാദമിക് ഇയറിൽ പുതിയ ഒരു സ്റ്റാർട്ട് നിങ്ങൾ കൊടുക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുക. എപ്പോഴും ആലോചിക്കുക, ഫെയിലിയറിനേക്കാൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. പിന്നെ നോ മോർ റിഗ്രറ്റ്സ്, ബെസ്റ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക.